പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു പ്രഭാതം വലിയ കൃപ, അഭിഷേകം, നന്മ, ഉണർവ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എഫെസസ് ലേഖനത്തിലെ അവിടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു വാഗ്ദാനമാണ്. വാഗ്ദാനത്തോട് കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. ചോദ്യം, ഒരു കൽപ്പന അനുസരിച്ച് കഴിഞ്ഞാൽ വാഗ്ദാനം നൽകി, ആ കൽപ്പന അനുസരിച്ചാൽ ഒരു വാഗ്ദാനമാണ്. അത് എന്താണെന്നാണ്, അതാണ് പ്രിയ സഹോദരങ്ങളെ രണ്ടാമത്തെ വാക്യം. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളിലെന്നോ മുതിർന്നവരിലെന്നോ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു അരൂപിയാണ് അനുസരണക്കേടിൻ്റെ അരൂപി, മറുതലിപ്പിൻ്റെ അരൂപി. അധികാരികളോട് മറുതലിപ്പ്, മുതിർന്നവരോട് മറുതലിപ്പ്, അങ്ങനൊരു ഭയങ്കരമായ, അത് കുട്ടികളിൽ മാത്രമാണ് ആ മറുതലിപ്പ് എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റുപറ്റിപ്പോയി. നമ്മളിലെല്ലാവരിലും പ്രിയ സഹോദരങ്ങളെ ഈ സ്പിരിറ്റ്, അതായത് ഇതിന് മറുതലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പിരിറ്റ് നമ്മളിലെല്ലാവരും അതിശക്തമായി ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഈ തിരുവചനം കേൾക്കുമ്പോൾ നമ്മൾ വേറെ കുറേ ആൾക്കാരുടെ കാര്യം ചിന്തിക്കേണ്ട. എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്നവരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ഇൻലോസുമായിട്ടുള്ള ബന്ധം, അതായത് അമ്മായപ്പൻ, അമ്മായിയമ്മ, അല്ലെങ്കിൽ മരുമക്കൾ, അങ്ങനെയുള്ള അവരെ മുതിർന്നവരെ ചിന്തിക്കുന്നത് ആ രീതിയിലാണ്. കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കളോട്, നിങ്ങളുടെ ഗുരുഭൂതരോടൊക്കെ നിങ്ങളുടെ പെരുമാറ്റ ശൈലികൾ എങ്ങനെയാണ് എന്ന് ഒന്ന് ആത്മശോധന ചെയ്യണം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വെള്ളിയാഴ്ച വലിയൊരു കൃപയുടെ ദിവസമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളെ കോഴിക്കോട് നമ്മുടെ ഏൽ റൂഹയിലേക്ക് ഒന്ന് പോകാൻ കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അശ്വനെയും ഓർക്കണം. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.